നമസ്കാരം. വേനൽക്കാലമായാൽ അല്ലെങ്കിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥകളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു. ചർമ്മത്തിൽ കാണുന്ന ചെറിയ ചുവന്ന കുരുക്കളും ചൊറിച്ചിലും പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എന്താണ് ചൂടുകുരു? ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ചർമ്മത്തിലെ വിയർപ്പ് ഗ്രന്ഥികളുടെ കുഴലുകൾ അടഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അസ്വസ്ഥതയാണിത്. വിയർപ്പ് പുറത്തേക്ക് പോകാതെ ചർമ്മത്തിനിടയിൽ കെട്ടിക്കിടക്കുകയും അത് ചെറിയ കുരുക്കളായി പ്രത്യക്ഷപ്പെടുകയും ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശിശുക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ ആർക്കും ഇത് വരാം. പ്രത്യേകിച്ചും ചൂടുള്ള കാലാവസ്ഥകളിൽ കൂടുതൽ വിയർക്കുന്ന ആളുകൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ചൂടുള്ള കാലാവസ്ഥകളിൽ ശരീരം അമിതമായി വിയർക്കുന്നത് വിയർപ്പ് ഗ്രന്ഥികളുടെ കുഴലുകൾ അടയാൻ കാരണമാകും. ഇത് ചൂടുകുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. സിന്തറ്റിക് വസ്ത്രങ്ങൾ പോലുള്ളവ വായുസഞ്ചാരം തടയുകയും വിയർപ്പ് ചർമ്മത്തിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഇത് ചർമ്മത്തിന് ശ്വസിക്കാൻ കഴിയാതെ ചൂടുകുരുവിന് കാരണമാകുന്നു. വരണ്ട ചൂടിനേക്കാൾ ഈർപ്പമുള്ള ചൂടാണ് ചൂടുകുരുവിന് കൂടുതൽ സാധ്യത നൽകുന്നത്. വിയർപ്പ് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചർമ്മത്തിൽ എണ്ണമയമുള്ള ലോഷനുകളോ ക്രീമുകളോ അമിതമായി ഉപയോഗിക്കുന്നത് സുഷിരങ്ങൾ അടയാനും ചൂടുകുരു ഉണ്ടാവാനും സാധ്യതയുണ്ട്. കഴുത്ത്, കഷം, തുടയിടുക്ക്, മുട്ടിന് പിന്നിൽ എന്നിവിടങ്ങളിലെ ചർമ്മങ്ങളിലെ മടക്കുകളിൽ വിയർപ്പ് അടിഞ്ഞുകൂടുകയും ഘർഷണം ഉണ്ടാവുകയും ചെയ്യുന്നത് ചൂടുകുരുവിന് കാരണമാവാറുണ്ട്. ചർമ്മത്തിൽ ചെറിയ ചുവന്ന നിറത്തിലുള്ള കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവ ചിലപ്പോൾ കുമിളകൾ പോലെയാകാം. ഈ കുരുക്കളിൽ അതികഠിനമായ ചൊറിച്ചിൽ അനുഭവപ്പെടും, പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത്. ചൂടുകുരു ഉള്ള ഭാഗത്ത് ഒരുതരം പുകച്ചിലോ കത്തുന്നത് പോലെയോ വേദനയോ അനുഭവപ്പെടാം. ചൂടുകുരു ബാധിച്ച ചർമ്മഭാഗം സാധാരണയേക്കാൾ കൂടുതൽ ചുവന്നിരിക്കും. കഴുത്ത്, നെഞ്ച്, പുറം, കഷം, തുടയുടുക്ക്, മുട്ടിന് പിന്നിൽ എന്നിവിടങ്ങളിലാണ് സാധാരണ ഇത് കാണപ്പെടുന്നത്. ശരീരത്തിന് വായുസഞ്ചാരം ലഭിക്കുന്ന തരത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിയർപ്പ് തങ്ങി നിൽക്കുന്നത് തടയും. കഴിയുന്നത്രയും ശരീരം തണുപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. ശരീരം തണുപ്പിക്കുന്നത് വിയർപ്പ് കുറയ്ക്കും. ദിവസവും 1-2 തവണ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മം ശുചിയാക്കാനും സുഷിരങ്ങൾ അടയാതിരിക്കാനും സഹായിക്കും. കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിയർക്കുമ്പോൾ ചർമ്മം നന്നായി തുടച്ചു ഉണക്കുക. ചൂടുള്ള സമയത്ത് എണ്ണമയമുള്ള ലോഷനുകളും ക്രീമുകളും ഒഴിവാക്കുക. ചൂടുകുരു ഉള്ള ഭാഗത്ത് തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി അല്ലെങ്കിൽ ഐസ് പാക്ക് വയ്ക്കുന്നത് ചൊറിച്ചിലും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും. കറ്റാർവാഴ ജെല്ലിന് തണുപ്പിക്കുന്നതും വീക്കം കുറയ്ക്കുന്നതുമായ ഗുണങ്ങളുണ്ട്. ഇത് ചൂടുകുരുവിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഓട്സ് പൊടിച്ചിടുന്നത് ചർമ്മത്തിലെ ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. ഓട്സിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. വേപ്പിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. വേപ്പെണ്ണ പുരട്ടുന്നതോ വേപ്പില അരച്ച് പേസ്റ്റാക്കി പുരട്ടുന്നതോ ചൂടുകുരുവിന് ആശ്വാസം നൽകും. ചർമ്മം ഉണക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ടാൽക്കം പൗഡറുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇത് സുഷിരങ്ങൾ അടയാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. കലാമൈൻ ലോഷൻ ഉപയോഗിക്കുന്നത് ചൊറിച്ചിലും ചുവപ്പും കുറയ്ക്കാൻ സഹായിക്കും. സാധാരണയായി ചൂടുകുരു 2 ആഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറും. എന്നാൽ കുരുക്കൾ അതികഠിനമായി ചൊറിയുകയോ പഴുപ്പ് വരികയോ പനി, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.